പുതിയ UDFന്റെ വാഗ്ദാനങ്ങളിലൊന്നാണ് നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ടിലെല്ലാം സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യുക. അതായത് കേരളം മുഴുവനും KSRTC ബസ്സിൽ എല്ലാവർക്കും ഫ്രീ ആയിട്ട്, പെണ്ണുങ്ങൾക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാന്നുള്ളത്. രണ്ടാമത്തത്, കോളേജ് പഠിക്കുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ വെച്ചിട്ട് ഓരോ മാസവും. ഇതും പറഞ്ഞിട്ടായിരിക്കാം, ഇതും ഒരു വശമായിരിക്കും ഇപ്പോൾ ഈ ഇലക്ഷൻ ജയിച്ചത്. പക്ഷേ ഇവർക്കിത് പറയാണ്ടവർക്ക് ഇലക്ഷൻ ജയിക്കാൻ വരുന്നു. കാരണം ഇതിന് മുമ്പുള്ള പാർട്ടിയുടെ അഹങ്കാരവും ധാർഷ്ട്യവും കാണുമ്പോൾ തന്നെ ആൾക്കാർ വോട്ട് ചെയ്ത് പോകുമായിരുന്നു. പക്ഷെ ഇവരിങ്ങനെ ചെയ്ത് വഴിക്കുന്ന സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ നമ്മളെയൊക്കെ വട്ടന്മാരാക്കണ പോലെയാണത്. അതായത് സ്ത്രീകളൊരു പ്രത്യേക ഒരു കാറ്റഗറി ആക്കി മാറ്റിയിട്ട് അവരെ മാത്രം സന്തോഷിപ്പിച്ചിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുക. ഈ ഫ്രീ ആയിട്ട് കൊടുക്കുമെന്ന് പറയുമ്പോൾ ഈ ചിലവ് ആരെടുക്കുമെന്നുള്ളതാണ്. ഒന്നാമത് തന്നെ KSRTC നഷ്ടത്തിലായിരുന്നു. പക്ഷെ ഇപ്പോൾ ലാഭത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. അവർ പുതിയ പല സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ നിന്ന് അവർ ലാഭം ഉണ്ടാക്കുന്നുണ്ട്. പല നൂതനമായ ഐഡിയകൾ വെച്ചിട്ട് KSRTC നല്ല രീതിയിൽ ആക്കി വരികയായിരുന്നു. ആ സമയത്താണ് ഇവർ ഈ ചതി ചെയ്യുന്നത്. അതായത് ഇവർക്ക് പ്രാക്ടിക്കലായിട്ട് എന്തെങ്കിലും നോളജ് ഉണ്ടായിട്ട് ചെയ്തതാണോ എന്നുള്ളതാണ്. ഒന്നും ആലോചിക്കാണ്ട് ജസ്റ്റ് ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി മാത്രം ചെയ്തായിരിക്കും. മിക്കവാറും ഇത് നടപ്പാവാൻ സാധ്യതയില്ല. നടപ്പായാൽ തന്നെ ഇതിനൊരു പ്രതിവിധി എവിടെ നിന്നാണ് അതിൻ്റെ ഒരു എമൗണ്ട് വരിക, അല്ലെങ്കിൽ കാശ് വരിക എന്നൊരു ആലോചിക്കുന്നില്ല. പക്ഷെ ഇതിലൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകൾക്കൊക്കെ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം. അപ്പോൾ ആണുങ്ങൾ എന്ത് ചെയ്യും? ആണുങ്ങൾ എന്നുള്ള ആ ഒരു വർഗം എല്ലാ സ്ഥലത്തും മാറ്റിവെക്കപ്പെടുകയാണ്. അതായത് ആണുങ്ങൾക്കിപ്പോൾ കോർട്ടിൽ പോലെ എവിടെ പോയാലും ഒരു പരിരക്ഷ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എല്ലാവരും പറഞ്ഞേക്കും ഞാൻ സ്ത്രീയാണെന്ന് പറഞ്ഞാൽ എന്താണ് പ്രത്യേകത എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മളൊരു ഹ്യൂമൻ റൈറ്റ്സ് എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ആണിനും പെണ്ണിനും ഇവർ ഈക്വാലിറ്റി ഒക്കെ ചോദിക്കുന്നുണ്ടല്ലോ. ഈക്വാലിറ്റി ചോദിക്കുമ്പോൾ അവർ തന്നെ ആലോചിക്കണ്ടേ, ഇവരെ തന്നെ ഫ്രീ ആണെങ്കിൽ അവർ എങ്ങനെ ഈക്വലാണെങ്കിൽ നമുക്കൊരു അന്തസ്സുണ്ടെങ്കിൽ നമ്മൾ കാശ് കൊടുത്ത് പോകും. അതുപോലെ നമ്മുടെ ഗവൺമെൻറ്റാണ്, നമ്മുടെ സർക്കാരാണ്, അതിപ്പോൾ പാർട്ടി എന്തോരം ആയിക്കോട്ടെ, നമ്മുടെ സമൂഹ വ്യവസ്ഥയിൽ നമ്മുടെ എല്ലാവർക്കും ജീവിക്കാൻ പാകത്തുള്ള സ്ഥലത്ത് നമ്മൾ ഫ്രീ ആയിട്ട് പോകുമ്പോൾ ഒരു വർഗത്തിൽ പെട്ടുന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം അവർക്ക് ഫ്രീ ആണ്. ആ കാശ് എവിടെങ്കിലും ആരെങ്കിലും വഹിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ആണുങ്ങൾ കൊടുക്കുന്ന ആ കാശ് കൊണ്ടാണ് അവരെടുക്കുന്നതിൻ്റെ അർത്ഥം. അതായത് ഞാൻ ഒരാണാണ്, ഞാനിപ്പോൾ KSRTC കാശ് കൊടുക്കണമെങ്കിൽ അതിൽ സ്ത്രീകളുടെ കാശും കൂടി ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കാണ് കൂടുതൽ അഭിമാനിക്കാൻ പോകുക. അങ്ങനെ എനിക്ക് പറയാമല്ലോ. ഇവർ ഈ പറഞ്ഞ ഒരു ദിവസം ചിലപ്പോൾ ഒരു 50-60 രൂപയുടെ ലാഭം ഉണ്ടായിരിക്കും. പക്ഷേ ഇത് ശരിക്കും ജനങ്ങൾക്ക്, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും, ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു തീരുമാനമായിട്ട് ഞാൻ പറയുള്ളൂ. ഇപ്പോൾ തമിഴ്നാട്ടിലും പലയിടത്തും ഇത് നടന്ന് പലയിടത്തൊക്കെ പൊളിഞ്ഞു, കർണാടകത്തൊക്കെ പൊളിഞ്ഞു എന്നാ കേട്ടെ. ഇത് പൊളിയാതെ പറ്റില്ല. കാരണം ഇപ്പോൾ സ്ത്രീകൾക്ക് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നല്ല കാറൊക്കെ ഉള്ള 100 സ്ത്രീകൾ കാർ ഓടിച്ചെടുക്കണം. അവർ കാറ് വീട്ടിട്ടിട്ട് ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോകാൻ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ സ്ത്രീകളുടെ എണ്ണം കൂടും, തിരക്ക് വർദ്ധിക്കുമ്പോൾ പ്രൈവറ്റ് ട്രാൻസ്പോർട്ടിൽ ആൾക്കാർ കുറവായിരിക്കും. കാരണം സ്ത്രീകൾ കയറില്ലല്ലോ, ഫ്രീ നടത്തില്ല ആൾക്കാർ പോവുള്ളൂ. അപ്പോൾ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് എങ്ങനെ വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ വരുമാനം ഒന്നും ചിലപ്പോൾ നമ്മുടെ ആണുങ്ങളെ ചിലപ്പോൾ കൂട്ടുമായിരിക്കും. പക്ഷെ അത് ശരിക്കും ഒരു റീസൺമെന്റ് ഉണ്ടാക്കാനാണ് സാധ്യതയല്ല. ഇപ്പം തന്നെ നമുക്ക് കയറുമ്പോൾ അറിയാം, നമ്മൾ നല്ല അന്തസ്സായിട്ടാണ് KSRTC പോലും യാത്ര ചെയ്യാൻ പോവുക. ഞാൻ പറഞ്ഞ ആണുങ്ങളുടെ കാര്യം പറഞ്ഞത്. അതായത് അങ്ങനെയല്ല നമുക്ക് തോന്നാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് ഫ്രീ ഇല്ല, ഞാൻ കാശ് കൊടുത്തിരിക്കും അവിടെ. അപ്പം പക്ഷേ ഞാൻ കേട്ടൊരു കാര്യം എന്ന് വെച്ചാൽ, ചില സംസ്ഥാനങ്ങളിൽ ഫ്രീ പ്രഖ്യാപിച്ച ചില സംസ്ഥാനങ്ങളിൽ അഭിമാനമുള്ള സ്ത്രീകൾ അവർ കാശ് കൊടുത്തിട്ട് തന്നെ പോണേ എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അതിന് അഭിമാനില്ലെന്നല്ല. കാരണം അവരെടുത്തൊരു ഡിസിഷൻ അല്ല, ഇത് എടുത്ത ആൾക്കാരുടെ പ്രശ്നമാണത്. അല്ലാണ്ട് സ്ത്രീകളല്ല ഞാൻ പറഞ്ഞത്. ഇവരെടുത്ത ആ ഗവൺമെന്റ് പോളിസിയിൽ ആരാണോ ഇങ്ങനെ എടുക്കാൻ പ്രേരിപ്പിച്ചത്, ഒന്നും നോക്കാണ്ട് ഒരു ഫ്രീ കൊടുക്കുക, ജയിക്കുക എന്നുള്ള ഒറ്റ പർപ്പസ് കൊണ്ട് മാത്രം, അത് ഏറ്റവും വൃത്തിയായിട്ടൊരു സംഭവമാണ്. അതായത് അങ്ങനെ ഒരു തീരുമാനം തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ആധുനികമായ ജനതയ്ക്ക് ചേർന്ന ഒരു തീരുമാനമേ അല്ല. അതുപോലെ എല്ലാ പെൺകുട്ടികൾക്ക് 1000 രൂപ വെച്ചിട്ട് ഓരോ മാസം കൊടുക്കുക. അപ്പോൾ ആൺകുട്ടികളാരും മനുഷ്യരൊന്നും അല്ലേ? എന്തിനാണ് ഇങ്ങനെ ഫ്രീ കൊടുക്കുക? ഫ്രീ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ശരിക്കും പറഞ്ഞാൽ തെറ്റായ സംഭവമാണ്. നമ്മൾ അധ്വാനിച്ച് വേണം കാശുണ്ടാക്കാൻ. ഇപ്പോൾ ഒരു 60 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് എന്തായാലും ജോലിയൊക്കെ ചെയ്യാൻ പറ്റും സാധാരണഗതിയിൽ. അല്ലാത്ത കാര്യം മാറ്റി വയ്ക്കട്ടെ. പക്ഷെ ആ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഫ്രീ കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അവരെ അവമാനിക്കാൻ തുല്യമായിട്ടാണ് ഞാൻ പറയുള്ളൂ. അത് ഞാൻ അധ്വാനിക്കുന്നു, ഞാൻ എൻ്റെ ഒരു കാശ്, ഇപ്പോൾ ഒരു സർവീസ് ചെയ്യുമ്പോൾ നമ്മൾ കാശ് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ സ്ഥലത്ത് വെള്ളത്തേക്ക് പോകുമ്പോൾ സർവീസാണ്, അതിൽ പെട്രോൾ ഉണ്ട്, ഡ്രൈവറുടെ ഉണ്ട്, കണ്ടക്ടർ എല്ലാവരും ജോലി വരുന്നുണ്ട്. അപ്പോൾ അതിനൊരു സർവീസ് നമ്മളൊരു നിശ്ചിത കൊടുക്കുന്നു. അതിന് കുഴപ്പമെന്താണ്? അത് ഫ്രീ ആയിട്ട് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും അത് വഹിക്കേണ്ടി വരും. അപ്പോൾ അതിലൊരു അന്തസ്സ് കുറവില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ഫ്രീ കിട്ടുമ്പോൾ കുറേ സ്ത്രീകൾക്ക് സന്തോഷമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഇതാണ്, ശരിക്കും നമ്മുടെ സമൂഹം നന്നാവില്ല. ഇത് ഫ്രീ സിസ്റ്റവും റിസർവേഷൻ വെച്ചിട്ടാണ് നമ്മുടെ ഇപ്പോൾ സാമ്പത്തിക സ്ഥിതി തന്നെ ഇത്ര ആവാനും കാരണം സാമ്പത്തിക സ്ഥിതി മാത്രമല്ല, നമ്മുടെ ഓവറോൾ ഡെവലപ്മെന്റ്, ഇന്ത്യ ഡെവലപ്മെന്റ് തന്നെ കുറച്ചുകൂടി താഴേക്ക് പോയത് റിസർവേഷൻ സിസ്റ്റം കാരണം തന്നെയാണ്. അത് ജാതിയുടെ പേരിൽ റിസർവേഷൻ ജനിച്ചാൽ മാത്രം മതി. നമുക്കപ്പോൾ കുറേ സ്ഥലത്ത് പഠിക്കാൻ 100 മാർക്കിൻ്റെ അടുത്ത് ഞാൻ 30 മാർക്ക് വാങ്ങിച്ചാൽ മതി. ജനറൽ കാറ്റഗറിപ്പെട്ടവൻ 60-70 മാർക്ക് വാങ്ങിച്ചാലേ കിട്ടുള്ളൂ. അവിടെ തന്നെ ശരിക്കും തകർന്നു. ഇതൊക്കെ ഒരു 10 കൊല്ലത്തേക്കായിരിക്കും അന്ന് വിഭാവനം ചെയ്ത്. 10 കൊല്ലം കഴിഞ്ഞ് കൂട്ടി ഓരോ 10 കൊല്ലം കൂട്ടി ഇപ്പോൾ ഇനി എൻ്റയർ ആയിട്ട് അങ്ങനെ അനന്തമായിട്ട് നീളാൻ പോവുകയാണ്. ഇപ്പം നമ്മുടെ കേരളത്തിൽ ഏത് വർഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇത്ര പാവപ്പെട്ടായിട്ടുള്ളത്? ഏതെങ്കിലും ജാതി തിരിച്ച് പറയാൻ പറ്റുമോ? എല്ലാവർക്കും കാശായി കഴിഞ്ഞു. അധ്വാനിക്കുന്ന എല്ലാവർക്കും ഇപ്പോൾ കാശ് കിട്ടും.